കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ജില്ലാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിലേക്കെന്ന് സൂചന. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സജി മഞ്ഞക്കടമ്പിൽ മാണി ഗ്രൂപ്പിൽ എത്തിയേക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എമ്മിലെടുത്താൽ എതിരാളികൾക്ക് രാഷ്ട്രീയ ആയുധമാക്കാമെന്നാണ് വിലയിരുത്തൽ. സജി അനാഥനാകില്ലെന്ന് മന്ത്രി വി.എൻ. വാസവനും വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിന്റെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു ശ്രീ സജി മഞ്ഞക്കടമ്പൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഏറ്റവും കൂടുതൽ സംഘടനാ പ്രവർത്തനം നടത്തുകയും ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ പിടിച്ചു നിർത്തിയിരുന്നതിൽ ഒരാൾ ശ്രീ മഞ്ഞക്കടമ്പനായിരുന്നു. അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയും അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും മാറ്റി നിർത്തുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടി വളർന്നു വന്നിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അദ്ദേഹത്തിൻ്റെ ഭാവി നിലപാടുകളെ ആശ്രയിച്ചിരിക്കും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്തായിരുന്നാലും ആരും അനാഥരാവില്ല എന്ന കാര്യം നമുക്കറിയാം. പൊതുവെ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരും. ശ്രീജിത്ത്, ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കം നടക്കുന്നുണ്ടോ? നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനില്ല, പൊതുപ്രവർത്തകനായി തുടരും. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണികളിലേക്കൊന്നുമില്ല. താൻ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമെന്നാണ് സജി മഞ്ഞക്കടമ്പിൽ ഇന്നലെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ സജിയുടെ രാജി അത് UDF ക്യാമ്പ് കൃത്യമായി വിലയിരുത്തുന്നത് അത് എതിരാളികൾ സജിയെ ആയുധമാക്കിയതാണ് എന്നുള്ളതാണ്. അത് കേവലം വെറുതെയല്ല, അപ്പുറത്ത് ചർച്ചകളടക്കം നടത്തി കൃത്യമായ ഉറപ്പ് സ്വീകരിച്ച ശേഷമാണ് സജി ഈ സമയത്ത് ഒരു പ്രശ്നമുണ്ടാക്കി പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ ഒരു വിലയിരുത്തലുള്ളത്. അതേസമയം തന്നെ ഇക്കാര്യം കേരള കോൺഗ്രസ് എം നേതാക്കളും പലരും സജി നിലപാട് വ്യക്തമാക്കട്ടെ എന്നൊരു നിലയിലാണ് പ്രതികരിക്കുന്നത്. അവർ പറയുന്നത് അവരിൽ പല അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സജി LDF-ൽ എത്തിയാൽ, കേരള കോൺഗ്രസ് എമ്മിൽ എത്തിയാൽ അത് ഒരുപക്ഷെ സജിയെ ഈ മോൻ ജോസഫിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി സജി ഉന്നയിച്ചതാണ്. അതിനൊന്നും ഒരു കഴമ്പുമില്ല. ഈ ആരോപണങ്ങൾക്ക് പിന്നിലെല്ലാം കേരള കോൺഗ്രസ് എം ആണ് എന്ന നിലയിൽ ഒരുപക്ഷെ ജനങ്ങൾ ചിന്തിച്ചേക്കാം. അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാനുള്ള കാരണമാകും എന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം മതി, അതായത് ഇപ്പോൾ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളും ഡാമേജുകളും എല്ലാം UDF-നെ സജി മഞ്ഞക്കടമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് LDF-ന് ഗുണമാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് പെട്ടെന്ന് പാർട്ടിയിലേക്ക് എടുക്കുകയല്ല. അതിനുശേഷം സജി പറഞ്ഞതുപോലെ കുറച്ച് നാളിന് ശേഷം പാർട്ടിയിലേക്ക്, തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ എടുക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ആ പാർട്ടി പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രി വി.എൻ. വാസവന്റെ പ്രതികരണം, മന്ത്രി വി.എൻ. വാസവൻ വെറുതെ പറയുകയല്ല, വളരെ കൃത്യമായി പറയുകയാണ്. സജി മിടുക്കനാണെന്നും സജിയെ ഇല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് ഇല്ല എന്നൊക്കെ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തന്നെ എന്ന് തന്നെ പറയേണ്ടത്. അതായത് സജി വേറെ ഏതെങ്കിലും ഇപ്പോൾ BJP-യോ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വി.എൻ. വാസവൻ പറഞ്ഞ പ്രസ്താവന അത് നാളെ അവർക്ക് തിരിച്ചടിയുക. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തതയോടുകൂടി കൃത്യമായ അറിവുകൾ ലഭിച്ച ശേഷമാണ് ഇത്തരം പ്രതികരണങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ ചർച്ചകളും നീക്കങ്ങളും ഒക്കെ സജീവമാണ്. സജിയെ തിരികെ എത്തിക്കണം എന്ന നിലപാടും ഉണ്ട്. പക്ഷേ ഈ പ്രശ്നകാലത്ത്, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രശ്നമുണ്ടാക്കിയ ആളെ തിരിച്ചെടുക്കേണ്ട എന്ന നിലപാടാണ് ജോസഫ് ഗ്രൂപ്പിൽ കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അനുനയ നീക്കങ്ങൾ ചിലതെങ്കിലും നടക്കുന്നുണ്ടെങ്കിലും സജി തൽക്കാലം ഈ ഇപ്പോഴത്തെ നിലയിൽ തന്നെ, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്ത് എന്ന നിലയിൽ തന്നെ നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.